എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പെപ്പർ ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ള ചിക്കൻ കറിയാണ്. അടിപൊളിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 2 സവാള, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 6 പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കിലോ ചിക്കനാണ്. കറക്റ്റ് 1 കിലോ വന്നിട്ടുള്ള ഒരു ചിക്കനാണിത്. കട്ട് ചെയ്തതിന് ശേഷമാണ് 1 കിലോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും നമ്മൾ കൃത്യമായിട്ട് പറയാത്തത്, ഓരോ സ്ഥലത്തും കിട്ടുന്ന ഉപ്പിൻ്റെ കാഠിന്യം വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറേശ്ശെ ചേർത്തിട്ട് വേണം ബിഗിനേഴ്സൊക്കെ ഉപ്പ് ആദ്യം ഇടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു പെപ്പർ ചിക്കനാണ്. അപ്പോൾ കുരുമുളകിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നാരങ്ങ നീരപ്പോൾ ഇല്ലായിരുന്നു. നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നമ്മൾ ആ ഒരു സവാളയൊക്കെ വഴറ്റുന്ന സമയം ഇതവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഒന്ന് ചതച്ചെടുക്കാം. പെപ്പർ ചിക്കന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ 2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനുള്ളതാണ്. 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പു, പിന്നെ ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു ഇഞ്ചി കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള, 2 അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള വാടാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെറുതീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല. എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകാണ്. മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 1 or 2 തക്കാളി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ചേർത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയുള്ളതുമല്ല, ഒരുപാട് ലൂസുമല്ല, ഒരു മീഡിയം പരുവത്തിലുള്ള തേങ്ങാപ്പാൽ. ഞാൻ ക്യാനിലെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചിക്കൻ ഇതിലേക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഞാനിന്നൊരു ചേഞ്ചിന് തേങ്ങാപ്പാൽ ഇപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന ചിക്കൻ വേവുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. നമുക്ക് കൂടുതൽ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. തീ കൂട്ടി വെക്കരുത്, അടിയിൽ പിടിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇപ്പോൾ ചേർക്കുന്നത്. മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാവുന്നതാണ്. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്ത കാരണം എരിവ് കുറച്ചുകൂടെ കൂടണമെങ്കിൽ കുരുമുളക് ചേർത്താൽ മതി.
ഇത് മുഴുവനായിട്ട് ചിക്കൻ വെന്തില്ല, ഒരു 1/4 വേവാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനീ പറയുന്ന 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവിടുത്തെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഓരോ ചിക്കനും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാടൻ കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനം നമുക്ക് കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി അതുപോലെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കാം. ഈ സ്റ്റെപ്പും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കറിവേപ്പില ഇപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രൈ ആയിട്ടുള്ള കറി ലീവ്സാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ കൊള്ളാം. നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്ന കറിവേപ്പിലയെക്കാട്ടിലും ഫ്ലേവർ ഉണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഈ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്നൊരു ചിക്കൻ കറിയാണ് ഇത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത തേങ്ങാച്ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്